റീസൺസ് കൊണ്ട് നമുക്ക് ലിപ് പിഗ്മെന്റേഷൻ ഉണ്ടാവാം. ഇങ്ങനെ ഉണ്ടായ എന്റെ ലിപ്സ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ ഇനി ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. പല ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ട് മാറാത്ത ലിപ് പിഗ്മെന്റേഷൻ ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് കൊണ്ട് മാറിക്കിട്ടി. ലിപ് പിഗ്മെന്റേഷൻ ഉണ്ടാകുന്നതിനുള്ള റീസൺസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയോ? നിരന്തരമായിട്ട് പുക വലിക്കാത്തവരിൽ വരെ ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ വരാനുള്ള റീസൺ എന്താണ്? ഇങ്ങനെയുള്ള പല ഡൗട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. അപ്പോ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് വന്നേക്കണേ. എന്തൊക്കെ കൊണ്ട് ലിപ് പിഗ്മെന്റേഷൻ വരുന്നു, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് വരാണ്ട് തടയാം, ഇത് വന്നു കഴിഞ്ഞ ശേഷം എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആയിട്ടാണ് ഇന്ന് വന്നേക്കണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗായ്സ്, അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് വന്നേക്കണേ ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ എന്ന് പറയുന്ന ഒരുപാട് പേര് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നുള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരാനാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ വരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ റീസൺസ് കൊണ്ടാണ് ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ ഉണ്ടാവാന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. നമ്പർ 1, സൺ എക്സ്പോഷർ. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ഭയങ്കരമായിട്ട് ഈ ഒരു സൺലൈറ്റ് ഏൽക്കുമ്പോൾ അവർക്ക് യാതൊരുവിധ റിയാക്ഷൻസ് ഇല്ല. ഇത് നോർമൽ ആണല്ലോ. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ഈ വെയിലത്താണല്ലോ ഇറങ്ങി നടന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. പക്ഷെ പണ്ടുള്ള കാലങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ ഉള്ള സൺലൈറ്റിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. യു വി ബി ഇതുപോലത്തുള്ള ലൈറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ടും ഹ്യൂമൻ ബോഡിയിലോട്ട് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെൽ ഡാമേജ് വരാനും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇത് പക്ഷെ ശരിക്കും പലർക്കും അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മള് ഈ ഒരു റീസൺസ് ഒക്കെയാണ് ഇതിന് കാരണം എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാരൊന്നും ജീവിച്ചിട്ടില്ലയോ, ഇങ്ങനെയൊക്കെയാണ് പല മനുഷ്യരുടെയും ചോദ്യങ്ങൾ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പണ്ടത്തെ കാലത്തിനെ അപേക്ഷിച്ചും ഇപ്പോ ഭയങ്കരമായിട്ട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുന്നത്, ഭയങ്കരമായിട്ട് ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ ലെവല് ഭയങ്കര ഹൈ ആണ്. ആ ഒരു ടൈമിൽ നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് വെയിലടിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ അതിലൊരു റീസൺ ആണ് ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ. ഓവറായിട്ട് സൺലൈറ്റ് ഏൽക്കുമ്പോൾ നമ്മുടെ ലിപ്സില് നല്ലതുപോലെ പിഗ്മെന്റേഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമ്പർ 2, ഹോർമോണൽ ചേഞ്ച്. ഈ ഒരു പ്രഗ്നൻസി പീരീഡ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പീരീഡ്സ് ഒക്കെ നിൽക്കുന്ന ടൈം, അതായത് മെനോപോസ് അല്ലെങ്കിൽ ഈ ഒരു പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പീരീഡ്, അതായത് മെനാർക്ക്, ഈ ഒരു പീരീഡ് ഓഫ് ടൈമില് നല്ലതുപോലെ നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ വേരിയേഷൻസ് നടക്കുന്ന ഒരു ടൈമാണ്. ഇപ്പൊ കൂടുതലായിട്ടും ടീനേജേഴ്സ് മുതലുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ കൂടുതലായിട്ട് ഉണ്ടാവാറ്. അപ്പോ അതിനൊരു റീസൺ കൂടെയാണ് ഈ ഹോർമോണൽ ചേഞ്ച് എന്ന് പറയുന്നത്. നമ്പർ 3, മെഡിക്കേഷൻസ്. നമ്മളിപ്പോ ഏതെങ്കിലും അസുഖത്തിന് വേണ്ടി ആന്റിബയോട്ടിക്സ് എടുക്കുന്നവരായിരിക്കും, അതുപോലെ കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്നവരായിരിക്കും പലരും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ നല്ല പോലെ അളവിൽ ഉണ്ടാവുന്നതാണ്. നമ്പർ 4, സ്മോക്കിംഗ്. ഇതിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമല്ല. നമ്മളിപ്പോ ഓവറായിട്ട് ടുബാക്കോ ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമില് നമ്മുടെ ലിപ്സ് ഒക്കെ വന്ന് നല്ലതുപോലെ പിഗ്മെന്റേഷൻ ആവാറുണ്ട്. നമ്പർ 5, അലർജിക് റിയാക്ഷൻ. ചിലർക്ക് ടൂത്ത് പേസ്റ്റ് നല്ലതുപോലെ നമ്മുടെ സ്കിന്നില് അല്ലെങ്കിൽ സ്യൂട്ട് ആവണമെന്നില്ല. അതുപോലെ തന്നെ പല ഷെയ്ഡ്സിലുള്ള ലിപ്സ്റ്റിക്, പല ബ്രാൻഡ്സിലുള്ള ലിപ്സ്റ്റിക്, ഇതൊന്നും നമുക്ക് ചിലപ്പോൾ സ്യൂട്ട് ആയി എന്ന് വരത്തില്ല. അപ്പൊ ആ ഒരു ടൈമിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ പല ബ്രാൻഡ്സിലുള്ള ലിപ്സ്റ്റിക്സ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മള് ലിപ്സ്റ്റിക് ചൂസ് ചെയ്യുമ്പോൾ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഇപ്പൊ പല ലിപ്സ്റ്റിക്സും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിലൊക്കെ വൈറ്റമിൻ ഇ, അവഗാഡോ, ഇങ്ങനെയുള്ള പല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള പല ലിപ്സ്റ്റിക് അവൈലബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ലിപ്സ്റ്റിക് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോ അങ്ങനെ അല്ലാത്ത ലിപ്സ്റ്റിക് ഓവറായിട്ട് കെമിക്കൽസും അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ പലരും യൂസ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അതിൽ ആഡ് ചെയ്തിരിക്കുന്ന കുറെ കെമിക്കൽസ് കാരണം ഇതുപോലുള്ള ലിപ് പിഗ്മെന്റേഷൻ വരാറുണ്ട്. നെക്സ്റ്റ്, ജെനറ്റിക്കലി. ഇപ്പോ ചില പാരന്റ്സിനൊക്കെ ഇതുപോലെ നല്ലതുപോലെ പിഗ്മെന്റേഷൻസ് ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ അവരിൽ ഉണ്ടാകുന്ന മക്കൾക്കും ഈ ഒരു സെയിം ഇഷ്യൂ വരാറുണ്ട്. അപ്പൊ അതൊരു ജെനറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ലിപ് പിഗ്മെന്റേഷൻസ് ആണ്. അതും ഒരു മെയിൻ റീസൺ തന്നെയാണ് ഇത്. ആൻഡ് ലാസ്റ്റ്, അതർ കോസസ്. അതായത് ഇപ്പോ നമ്മളെ പലരിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ ഓവറായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുക, നമ്മുടെ ലിപ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക, ഇങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമ്മുടെ ലിപ്സ് നല്ലതുപോലെ പിഗ്മെന്റേഷൻ ആവാറുണ്ട്. പിന്നെ അതിൽ എടുത്തു പറയാനുള്ളത്, ചിലവർക്ക് ഇങ്ങനെ ലിപ്സ് എപ്പോഴും
ഡ്രൈ ആവുമ്പോഴേക്ക് ഇങ്ങനെ ആക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടേക്ക് ഇങ്ങനെ കടിക്കാറുണ്ട്. ഇങ്ങനെ എന്ന് വെച്ചാൽ ഞാനും പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഒരുപാട് ഡ്രൈ ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുകയും അതുപോലെ ഇവിടെ സക്കുകയും ചെയ്യുന്ന ടൈമില് കുറച്ചൊരു എന്താ വാട്ടർ കണ്ടന്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ലിപ് പിഗ്മെന്റേഷൻ വരാറുണ്ട്. മെയിൻലി ഇത്രയും റീസൺസ് കൊണ്ടാണ് നമ്മുടെ ലിപ്പില് പിഗ്മെന്റേഷൻസ് ഒക്കെ ഉണ്ടാവാറ്. അപ്പോ ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ ട്രീറ്റ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഏതൊക്കെ മെത്തേഡ്സ് വഴി നമുക്ക് ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടോപ്പിക്കൽ ട്രീറ്റ്മെന്റ്. അതിപ്പോ പല ബ്രാൻഡ്സിലും പല ടൈപ്പിലുള്ള ക്രീംസ് യൂസ് ചെയ്യാം. അതുപോലെ ലിപ് ബാംസ്, അതുപോലെ സെറംസ് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡ് വഴി നമ്മൾ ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ മാറ്റുന്നതിനാണ് ടോപ്പിക്കൽ ഫോംസ് എന്ന് പറയുന്നത്. അതിൽ ഇൻക്ലൂഡ് ആക്കാനുള്ള കാര്യങ്ങൾ ഫോളിക് ആസിഡ്, നിയാസിനമൈഡ്, വൈറ്റമിൻ സി, അതുപോലെ തന്നെ ആൽഫ-ആർബുട്ടിൻ. ഇത്രയും പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്പിലുള്ള പിഗ്മെന്റേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. നമ്പർ 2, ലേസർ ട്രീറ്റ്മെന്റ്. ഈ ലേസർ ട്രീറ്റ്മെന്റ് വഴി നമ്മുടെ ലിപ്സിൽ ഉണ്ടാവുന്ന മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ഈ ഒരു ട്രീറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ പല സെലിബ്രിറ്റീസും ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോ ഈ ഒരു മെത്തേഡ് കൊണ്ട് നമുക്ക് ലിപ് പിഗ്മെന്റേഷൻ ഒരു ലെവൽ വരയ്ക്കും കുറയ്ക്കാൻ പറ്റും. നമ്പർ 3, കെമിക്കൽ പീൽസ്. നമ്മളിപ്പോ ഫേസിലൊക്കെ നല്ലതുപോലെ ടാൻ അടിക്കുമ്പോഴൊക്കെ നമ്മൾ കെമിക്കൽ പീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലിപ്സിലും ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള പിഗ്മെന്റേഷൻ മാറ്റാനായിട്ട് കെമിക്കൽ പീൽസ് ഒക്കെ ഈ ഒരു ലിപ്പിൽ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സാണ് കെമിക്കൽ പീൽ. ആ ഒരു മെത്തേഡ് വഴി നമുക്ക് ഈ ഒരു ലിപ് പിഗ്മെന്റേഷൻ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വീട്ടിൽ തന്നെ കുറച്ച് ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതൊരിക്കലും പെർമനന്റ് റിസൾട്ട് എന്ന് പറയാൻ പറ്റില്ല. ഒരു ലെവൽ വരേക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ആ ഒരു പിഗ്മെന്റേഷൻ മാറുള്ളൂ. ചിലർ പറയാറുണ്ട്, ഞാൻ വീട്ടില് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എന്തെങ്കിലും ഈ ഒരു ഹോം റെമഡീസ് ട്രൈ ചെയ്യുമായിരിക്കും. പക്ഷെ അതിൽ റിസൾട്ട് കാണാണ്ട് വരുമ്പോഴത്തേക്കും അയ്യോ ഇതൊന്നും വർക്ക് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരായിരിക്കും പലര്, ഞാൻ ഉൾപ്പെടെ. അപ്പോ അങ്ങനെയുള്ളത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോ ലിപ് പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഹോം റെമഡീസ് ആണെങ്കിലും വീക്കിലി ട്വൈസോ ത്രൈസോ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പൊ ആ ഒരു പ്രോസസ്സ് പോലും ഇപ്പൊ ഒരു 1 മന്ത് വരേക്കും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാവും. എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിപ് പിഗ്മെന്റേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, നമ്മൾ ഈ ഒരു SPF ഉള്ള ലിപ് ബാംസ് യൂസ് ചെയ്യാനായിട്ട് നോക്കാം. ഇപ്പൊ പല ബ്രാൻഡ്സിന്റെയും SPF ഉള്ള ലിപ് ബാമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ മാറണമെന്നുള്ളവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യാം. നമ്പർ 2, ഓവറായിട്ട് സൺലൈറ്റ് അടിക്കാണ്ട് നോക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എന്താ പുറത്തൊക്കെ പോകുന്ന ടൈമില് ഇപ്പൊ സൺഗ്ലാസസ് ഒക്കെ വെക്കുന്ന പോലെ തന്നെ ഫേസ് ഫുള്ള് കവർ ചെയ്യാനായിട്ട് നോക്കാം. അതിപ്പോ നമ്മുടെ ഫേസിനും നല്ലതാണ്, അതുപോലെ ലിപ്സിനും നല്ലതാണ്. നമ്പർ 3, ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ അത്യാവശ്യം ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ഫുഡ്സും, അതായത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ആക്കി കഴിഞ്ഞാൽ ഈ ഒരു പിഗ്മെന്റേഷൻസ് ഒക്കെ നമ്മുടെ ഡെയിലി റൊട്ടീനിലൂടെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, ബോഡി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ലിപ്സ്, പല പല അസുഖങ്ങൾക്കും ഒരു സൊല്യൂഷനും, അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനായിക്കോട്ടെ, ഫേസിലെ ഗ്ലോ കിട്ടാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു വെള്ളം എന്ന് പറയുന്നത്. അത് നമുക്ക് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത് അത്രത്തോളം എടുക്കാനായിട്ട് നോക്കുക. എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. എന്റെ ലിപ്സ് ഇങ്ങനെയായിരുന്നു ഉണ്ടായത്. അപ്പൊ അതിൽ നിന്നും ഈ ഒരു ലെവൽ വരയ്ക്കും മാറ്റാൻ ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇതാണ് പ്രോഡക്റ്റ്. ഈ ഒരു പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നല്ലതുപോലെ വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ സൺലൈറ്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനും അതുപോലെ ഓൾറെഡി ഉണ്ടായ പിഗ്മെന്റേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. ഇതാണ് വിഷ്കീർ ബ്രാൻഡിന്റെ സെറമൈഡ് ലിപ് ബാം നാച്ചുറൽ. ഇതിൽ സെറമൈഡ്, കോച്ചിക് ആസിഡ്, നിയാസിനമൈഡ് ആൻഡ് കൊക്കോ ബട്ടർ. ഇതില് SPF 50 PA+++ വരുന്നുണ്ട്. ഇത് നമ്മുടെ ലിപ്പിലുള്ള പിഗ്മെന്റേഷൻസ് ഒക്കെ ലൈറ്റൻ ചെയ്യാനും അതുപോലെ ഒരു സൺ പ്രൊട്ടക്ഷൻ തരാനും
ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സൺ പ്രൂഫ് ആയിട്ടുള്ള ലിപ് ബാം ആണ്. അതുപോലെ തന്നെ സെറമായിട്ട് നമ്മുടെ ലിപ്സ് ഒക്കെ നല്ലതുപോലെ സ്മൂത്ത് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇതിലായിരുന്നു വരുന്നത്. ഇത് ടിൻഡഡ് അല്ല കേട്ടോ, ടിൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റും അവൈലബിൾ ആണ്. ഞാനത് ഈ ഒരു സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ടിൻഡഡ് വേണമെന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം. അല്ലാണ്ട് നാച്ചുറലി ഉള്ള സംഭവമാണ്, ടിൻഡ് കളറൊന്നും ഇല്ലാത്തതാണ് വേണമെന്നുള്ളവർക്ക് ഇത് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പേഴ്സണലി എപ്പോഴും പ്രിഫർ ചെയ്യാ ടിൻഡഡ് അല്ലാത്ത ലിപ് ബാം യൂസ് ചെയ്യാ എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഇതിലാണ് വരുന്നത്. നല്ലൊരു മണമുണ്ട് കേട്ടോ, കോക്കോ ബട്ടർ, അതായത് നമ്മുടെ ചോക്ലേറ്റ്സിന്റെ ഒക്കെ ഒരു മണമല്ല. ഈ ഒരു സംഭവം മഞ്ഞ കളറല്ല, ഒരു ക്രീമി കളറിലാണെങ്കിൽ പോലും ചോക്ലേറ്റ്സിന്റെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ക്രീമിയാണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഈ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തതിനു ശേഷം പെട്ടെന്ന് പോവുക, അതുപോലെ ഫുഡ് കഴിക്കുമ്പോൾ പോവുക, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 വീക്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലിപ് പിഗ്മെന്റേഷന് വേണ്ടി നമുക്കൊരു ഹോം റെമഡീസ് കൂടെ ഞാൻ പറഞ്ഞുതരാം. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ലെമൺ ജ്യൂസ് എടുക്കാം. അതിലോട്ട് കുറച്ച് ഹണി ഇല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ആക്കാൻ കുഴപ്പമില്ല. അതിലോട്ട് കുറച്ച് കുക്കുംബർ, വെള്ളരിക്കയില്ലേ, വെള്ളരി, അപ്പൊ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ലിപ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ലിപ് പിഗ്മെന്റേഷൻ മാറാനായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് പറഞ്ഞുതരാം. അപ്പൊ നല്ലതുപോലെ പിഗ്മെന്റ് ആയിട്ടുള്ളവരാണെങ്കിൽ ഫസ്റ്റ് ഒരു ലിപ് സ്ക്രബ് യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഈ ഒരു സ്ക്രബ് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു SPF ഉള്ള ലിപ് ബാം യൂസ് ചെയ്യാം. അത് നമുക്ക് ഡെയിലി നൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ലിപ്സ് വന്ന് പിഗ്മെന്റേഷൻ മാറുക, അതുപോലെ തന്നെ സോഫ്റ്റ് ആൻഡ് പ്ലംബി ലിപ്സ് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇതുപോലത്തെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ പ്രോഡക്റ്റിന്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുത്തേക്കും, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോ അത്രയേ ഉള്ളൂ. ബൈ.